എടാ ഒരു രക്ഷയില്ല കേട്ടോ. പൊളിയല്ലേ സംഭവം, അടിപൊളി. ക്ലിക്കാവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ടെക് മോട്ടോ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350 എന്ന് പറഞ്ഞ മോഡലാണ്. സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും എല്ലാം വളരെയധികം വാർത്തയിൽ നിറഞ്ഞിരുന്ന ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ വരാൻ പോകുന്ന മീറ്റിയോർ 350. അതിൻ്റെ ലോഞ്ച് ഇന്ന് 6-ാം തീയതി നവംബർ 12 മണിക്കാണ്. സോ ഇത് നമ്മളതിൻ്റെ ഒരു വാക്ക് അറൗണ്ടാണ്. നമ്മൾ വണ്ടി ലോഞ്ച് ആവുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. സോ നമുക്ക് മീറ്റിയോർ 350 അടുത്ത് പരിചയപ്പെടാം. സോ മീറ്റിയോർ 350 3 വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് ഫയർബോൾ, പിന്നെ സ്റ്റെല്ലാർ, പിന്നെ സൂപ്പർനോവ. ഇതിൽ ഫയർബോളാണ് ബേസ് വേരിയൻറ്റ്, സ്റ്റെല്ലാർ ഒരു മിഡിൽ വേരിയൻ്റ് എന്ന് പറയാം. ടോപ്പ് വേരിയൻറ്റ് വരുന്നത് സൂപ്പർനോവയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെല്ലാർ എന്ന വേരിയൻ്റാണ്. സ്റ്റെല്ലാർ എന്ന വേരിയൻറ്റിൽ മെയിനായിട്ടും ബോഡി കളേർഡ് തന്നെയായിരിക്കും കോമ്പോണൻസ് എല്ലാം. നമ്മുടെ മഡ് ഗാർഡും സൈഡ് പാനൽസും എല്ലാം ബോഡി കളേർഡ് തന്നെയായിരിക്കും. സ്റ്റെല്ലാറിൽ നമുക്ക് 3 കളേഴ്സാണ് വരുന്നത്: റെഡ്, മാറ്റ് ബ്ലാക്ക്, ബ്ലൂ. അങ്ങനെ 3 കളേഴ്സാണ് സ്റ്റെല്ലാറിൽ നമുക്ക് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ നോക്കുന്ന വണ്ടിയാണ് ഫയർബോൾ 350 350 മീറ്റിയോർ വേരിയൻറ്റിലെ ഏറ്റവും ബേസ് വേരിയൻ്റാണ് ഫയർബോൾ. ഫയർബോളിൽ വരുമ്പോൾ ടാങ്ക് ഒരു സിംഗിൾ കളറായിരിക്കും. അതുപോലെ തന്നെ ടാങ്കിനോട് മാച്ച് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അലോയ്സിലുള്ള റിങ്സ് എല്ലാം. ബാക്കി ബോഡി പാനൽസും മഡ് ഗാർഡും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആയിരിക്കും. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫയർബോളിൽ 2 കളേഴ്സാണ്, യെല്ലോയും ഗ്ലോസ് റെഡും. ഈ കളറാണ് നമ്മുടെ ഗ്ലോസ് യെല്ലോ, അതുപോലെ തന്നെ ഒരു റെഡും വരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കളേഴ്സ്. ഇതിൽ കൂടുതൽ കളേഴ്സ് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫയർബോളിലും സ്റ്റെല്ലാറിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബ്ലാക്ക് ആയിരിക്കും. എല്ലാ മോഡൽസിലും സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ ഫയർബോളിൽ ബാക്ക് റെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. സ്റ്റെല്ലാറിലേക്ക് വരുമ്പോഴാണ് ബാക്ക് റെസ്റ്റ് വരുന്നത്. സൂപ്പർനോവയിലും ബാക്ക് റെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് സൂപ്പർനോവ. മീറ്റിയോർ 350 വേരിയൻസിലെ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് സൂപ്പർനോവ. സൂപ്പർനോവയിലേക്കാണ് വരുമ്പോഴാണ് പ്രീമിയം സീറ്റാണ് വരുന്നത്. അതുപോലെ വിൻസ്ക്രീൻ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വിൻസ്ക്രീൻ ഫിറ്റ് ചെയ്തിട്ടില്ല. PDAക്ക് ശേഷം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വിൻസ്ക്രീൻ ഫിറ്റ് ചെയ്യും. സൂപ്പർനോവ എന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ടോൺ പെയിൻറ്റ് സ്കീമാണ് വരുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽസിലെല്ലാം ക്രോം ട്രീറ്റ്മെൻറ്റുകൾ കാണാം. സൂപ്പർനോവ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ സീറ്റ്സ് എല്ലാം ലെതറാണ്, വളരെയധികം പ്രീമിയം ഫിനിഷാണ്. ബാക്ക് റെസ്റ്റ് ലെതറാണ്. സൂപ്പർനോവ വേരിയൻറ്റിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലാമ്പും എല്ലാം ക്രോം ട്രീറ്റഡ് ആണ്. സൂപ്പർനോവ എന്ന വേരിയൻറ്റിലും അതുപോലെ തന്നെ സ്റ്റെല്ലാർ എന്ന വേരിയൻറ്റിലും ടാങ്കിൽ കൊടുക്കുന്ന റോയൽ എൻഫീൽഡ് എന്ന ബാഡ്ജിങ് ഫയർബോളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്രോമിൽ ഒരു 3D പ്ലേറ്റിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർനോവയിലും സ്റ്റെല്ലാറിലുമാണ് ഹാൻഡിൽ ബാർസും ക്രോമും അതുപോലെ അലൂമിനിയം ട്രീറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റിലുള്ള DRLs എല്ലാം 3 വേരിയൻറ്റിലും സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ്. 3 വേരിയൻറ്റിലും കോമൺ ആയിട്ട് തന്നെ സ്പ്ലിറ്റ് സീറ്റാണ്. ഏറ്റവും പുതിയ ഈ വണ്ടിയിൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത് BS6 കംപ്ലൈൻ്റ് ആയിട്ടുള്ള 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഹൈ ടോർക്ക് നമുക്ക് ലോ RPMൽ തന്നെ റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350യിലും പഴയതുപോലെ തന്നെ കിട്ടും. മീറ്റിയോർ 350യിൽ 20.2 bhp പവറും 27 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരു BS6 കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. മീറ്റിയോർ 350യിൽ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു റോയൽ എൻഫീൽഡുമായി സാമ്യമില്ലാത്ത എല്ലാ ഭാഗങ്ങളും തന്നെ പുതിയതായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എൻറ്റയർലി ന്യൂ വണ്ടിയാണ് മീറ്റിയോർ 350. അതുകൊണ്ട് തന്നെ എൻജിനും ചേസിസും ബോഡി പാനൽസും സ്വിച്ചസും എല്ലാം റോയൽ എൻഫീൽഡ് പുതിയതായി ഡിസൈൻ ചെയ്തതാണ്.
ഇതുപോലെ ഓരോ വണ്ടികളുടെയും പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫയർബോൾ എന്ന വേരിയൻറ്റിൽ സിംഗിൾ കളർ ടാങ്കാണ്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ കളറിന് മാച്ച് ചെയ്യുന്നതാണ് അലോയ്സിലുള്ള റിങ്സ്. ഫയർബോൾ എന്ന വേരിയൻറ്റിൽ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരുന്നത് എങ്ങനെയാണ്? സ്റ്റെല്ലാറിലും സൂപ്പർനോവയിലും ക്രോമിൽ ആയിട്ടൊരു പ്ലേറ്റിംഗ് ആണ് റോയൽ എൻഫീൽഡ് എന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. മീറ്റിയോർ 350യിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയ ക്ലച്ചും ഗിയർ ബോക്സുമാണ്. 5 സ്പീഡാണ് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റിങ് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്. മീറ്റിയോർ 350യിൽ അലോയ് വീൽസാണ് റോയൽ എൻഫീൽഡ് 3 വേരിയൻസിലും കൊടുത്തിരിക്കുന്നത്. അതിൽ ഫയർബോൾ എന്ന വേരിയൻറ്റിലും സ്റ്റെല്ലാർ എന്ന വേരിയൻറ്റിലും ബ്ലാക്ക് ആണ് അലോയ് വരുന്നത്. 10 സ്പോക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ട് സസ്പെൻഷൻ 41 mm-ൻ്റെയാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വന്നിട്ട് 300 mm ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ട് ടയർ സൈസ് വന്നിട്ട് 100/90 19 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ട്യൂബ്ലെസ് ആണ് ടയേഴ്സ് എല്ലാം. എൻജിനും ഗിയർ ബോക്സിനോടൊപ്പം ഈ വണ്ടിയുടെ ഏറ്റവും നല്ലൊരു പാർട്ടാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ചേസിസ്. വണ്ടിയുടെ വൈബ്രേഷൻ കുറയ്ക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നതും ഈ ചേസിസാണ്. ഇതുവരെ റോയൽ എൻഫീൽഡ് ഡബിൾ ക്രാഡിൽ ഫ്രെയിംസ് ചെയ്തുകൊണ്ടിരുന്നത് 650യിലും അതുപോലെ ഹിമാലയയിലുമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് 350യിൽ അവർ ഫയർബോൾ എന്ന വേരിയൻറ്റിൽ സൈലൻസർ ബ്ലാക്ക് ആണ്. അതുപോലെ സൂപ്പർനോവയിലും സ്റ്റെല്ലാറിലും അത് ക്രോം ട്രീറ്റഡ് ആണ്. ബാക്ക് ടയറിന് സൈസ് വന്നിട്ട് 140/70 17 ഇഞ്ച് വീൽസാണ്. അതുപോലെ തന്നെ ബാക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വന്നിട്ട് 270 mm ആണ്. രണ്ട് ടയേഴ്സും ട്യൂബ്ലെസ് ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടും ബാക്കും ABS ആണ്. വളരെയധികം കംഫർട്ടും നല്ല കുഷനിങ്ങുമുള്ള നല്ല കംഫർട്ട് തരുന്ന അടിപൊളി സ്റ്റിച്ചിങ്ങോട് കൂടിയ സീറ്റ്സാണ് 3 വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. ഫയർബോളിൽ ബ്ലാക്ക് കളറാണ് സീറ്റുകൾ വന്നിരിക്കുന്നത്. മീറ്റിയോർ 350യിലെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒന്നാണ് അതിൻ്റെ മീറ്റർ കൺസോൾ. നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ മീറ്റർ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, അതുപോലെ ടൈം, ഫ്യൂവൽ ഗ്രാഫ്, സർവീസ് റിമൈൻഡർ. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടതാണ് നാവിഗേഷൻ വരുന്ന LCD സ്ക്രീൻ. നമ്മുടെ ഫോൺ ഇതുമായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഈ റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ കിട്ടും. ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള റോയൽ എൻഫീൽഡിലെ എല്ലാ ബൈക്സിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് സ്വിച്ചും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഹസാർഡ് വാർണിങ്ങിൻ്റെ ലാമ്പും നമ്മുടെ മീറ്റിയോർ 350യിൽ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സൂപ്പർനോവ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻറ്റ്. ഇതിൽ ഡ്യുവൽ പെയിൻറ്റ് സ്കീമാണ് ടാങ്കിലും ബോഡി പാനൽസിലും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റുകളും എല്ലാം പ്രീമിയം കളേർഡ് ആയിട്ടുള്ള ലെതേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ക്രോമാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ സൈലൻസറും ക്രോമാണ് വരുന്നത്. വിൻഷീൽഡ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് ഈ പറഞ്ഞ സൂപ്പർനോവ എന്ന വേരിയൻറ്റിലാണ്.
എൻജിൻ സ്പെസിഫിക്കേഷൻസും ടയർ സ്പെസിഫിക്കേഷൻസും എല്ലാം 3 വേരിയൻറ്റിലും സെയിം ആണ്. അവസാനം നമുക്ക് ഭാഗ്യമുണ്ടായി, ബാറ്ററി കണക്ട് ചെയ്ത് PDA കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നമുക്കൊന്ന് ചാൻസ് കിട്ടി. എന്തായാലും ബാറ്ററി കണക്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം, വണ്ടി എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. അധികം ദൂരമൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒന്ന് ഓടിച്ചു നോക്കാം. PDA കഴിഞ്ഞിട്ടില്ല, വണ്ടി ലോഞ്ച് ആയിട്ടില്ല. എടാ ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയല്ലേ സംഭവം, അടിപൊളി. ക്ലിക്ക് ആവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതുവരെ കണ്ട എല്ലാ പോരായ്മയും മാറ്റി. നമുക്ക് ഇവിടെ തിരിക്കാം. ക്ലച്ചൊക്കെ ഉണ്ടല്ലോ, ഒടുക്കത്തെ ലൈറ്റ്. അപ്പോൾ റോയൽ എൻഫീൽഡിന് ഇത്രയും നാൾ വികാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നവർ ഒന്ന് പോയി ഓടിച്ച് നോക്കുക. അടിപൊളി വണ്ടിയാണ്, വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പുതിയ എഞ്ചിനാണ്, ബാലൻസ് ഷാഫ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അടിപൊളി എഞ്ചിനാണ്. നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് പെരുമ്പാവൂരിലെ സാംസങ് മോട്ടോഴ്സാണ്. പെരുമ്പാവൂരും കോതമംഗലത്തും പട്ടിമറ്റത്തും ഷോറൂംസുള്ള സാംസങ് മോട്ടോഴ്സാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും തന്നത്. അവരുടെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇന്ന് തന്നെ പോയി മാക്സിമം ഓടിച്ച് നോക്കുക. റോയൽ എൻഫീൽഡിലെ അങ്ങേയറ്റം റിഫൈൻഡായ, അങ്ങേയറ്റം സ്മൂത്തായ എൻജിനും അതുപോലെ തന്നെയുള്ള റൈഡിങ് കംഫർട്ടും സിറ്റിയിൽ മാനുവർ ചെയ്യാനുള്ള ഈസിനെസ്സും കൂടിയുള്ള ഒരു അടിപൊളി ബൈക്കാണ് Meteor 350. ഇതുവരെ പുച്ഛിച്ചവരെ കൊണ്ട് മാറ്റി പറയിക്കാൻ തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ തീരുമാനം എന്നാണ് നമുക്ക് ഈ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത്. സോ പറ്റുന്നവർ, ആഗ്രഹമുള്ളവർ, റോയൽ എൻഫീൽഡ് എടുക്കാൻ താല്പര്യമുള്ളവർ, കുറ്റം പറഞ്ഞവർ ഒന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. Meteor 350 റോയൽ എൻഫീൽഡിൻ്റെ പെരുമ്പാവൂർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ പിന്നെ ചെയ്യാം. താങ്ക് യു. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. താങ്ക് യു.